വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവായ യേശുവിന്റെ വലിയ നാമത്തിൽ ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ദൈവവചനം നമുക്ക് കേൾക്കാൻ സാധിക്കുക എന്നുള്ളത് ലോകത്തിലേക്കും വെച്ച് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ദൈവവചനം ശ്രവിക്കുക. ദൈവവചനം എന്ന് പറയുന്നത് അത് ദൈവം തന്നെയാണ്. ദൈവം വചനത്തിൻ്റെ രൂപത്തിൽ നമ്മളിലേക്ക് കടന്നു വരുന്ന അനുഭവമാണ്. ആയതിനാൽ നമുക്ക് ഇന്ന് വചന ശുശ്രൂഷയ്ക്ക് മുൻപായി ഇന്നത്തെ ഈ സെഷനെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഓരോ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ഹൃദയ വികാരങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. മക്കളെ, ഹല്ലേലൂയ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. യേശുവേ, നീ തന്നെ ഉന്നത ദൈവം. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. കാരണവനായ കർത്താവേ, ഈ മക്കളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. കർത്താവേ, നീ ഏറ്റെടുക്കണമേ, നിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. നീ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. മാത്രമൻ ദൈവമെന്നും. അത്ഭുതവഹനായ കർത്താവേ,
അതിശയങ്ങളുടെ ദൈവമേ, Jesus. ഇവരുടെ ജീവിതത്തില് നീ അത്ഭുതങ്ങൾ ചെയ്യണമേ, Hallelujah. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. Amen. ഇവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ. Amen. ഇവരുടെ കുടുംബങ്ങളിൽ നിന്റെ ഈ ഒരു അത്ഭുത ശക്തി വെളിപ്പെടട്ടെ കർത്താവേ. Hallelujah. നീ ഇവരോട് സംസാരിക്കണമേ. Oh, Jesus. ഇവരുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ നീ വെളിപ്പെടുത്തി കൊടുക്കണമേ. Hallelujah. ആ പണിത് ഉയർത്തപ്പെടേണ്ട മേഖലകളിൽ പണിത് ഉയർത്തപ്പെടട്ടെ. Amen. ആത്മാവിന്റെ ശക്തി, അഭിഷേകം ഈ ഓരോ മക്കളുമേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Amen. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, Hallelujah. നീ ഏറ്റെടുക്കണമേ. Glory. അത്ഭുത കൃപയാൽ നിറയ്ക്കണമേ. Jesus. നിന്നെ മഹത്വം കൊണ്ട് നിറയ്ക്കണമേ. Hallelujah. ഹല്ലേലൂയ, Oh, ഹല്ലേലൂയ, Jesus. ഹല്ലേലൂയ. Hallelujah. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. Thank you, Jesus. ഹല്ലേലൂയ, Thank you, Lord. ഹല്ലേലൂയ, Thank you, ഹല്ലേലൂയ, Jesus. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. Jesus. നിന്റെ വലിയ സാന്നിധ്യം കൊണ്ട് നിന്നെ നിറയ്ക്കാനായി സ്തുതിക്കുന്നു കർത്താവേ. നിങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. Jesus. മക്കളെന്ന പദവിയിലേക്ക് നിങ്ങളെ നയിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. Hallelujah. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഹല്ലേലൂയ. Hallelujah. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം അനുസരണത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കുക എന്നതാണ്. അനുസരണത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കുന്നവരായി നമ്മൾ മാറ്റപ്പെടുകയാണ്. ഇതിനാധാരമായി ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 1-ാമത്തെ തിരുവചനം നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ അബ്രഹാത്തെ ദൈവം വിളിച്ച് അബ്രഹാത്തിന് 7 അനുഗ്രഹങ്ങൾ അബ്രഹാത്തിന് കൊടുക്കുകയാണ്. അബ്രഹാമേ, നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു, നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമാകും, അനേകർക്ക് നീ ഒരു അനുഗ്രഹമായി മാറും, നിന്നിലൂടെ ഭൂമുഖത്തുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും, നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, നിന്നെ ശപിക്കുന്നവർ ശപിക്കപ്പെടും. ഇങ്ങനെയുള്ള 7 വാഗ്ദത്തങ്ങൾ, 7 അനുഗ്രഹങ്ങൾ അബ്രഹാത്തിന് ദൈവം ഇവിടെ കൊടുക്കുകയാണ്. ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് നീ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അനുഗ്രഹങ്ങളൊക്കെയും അബ്രഹാത്തിന് ദൈവം വെളിപ്പെട്ടു. അബ്രഹാത്തിന് ദൈവം പ്രത്യക്ഷനായി. 7 ബ്ലെസ്സിങ് അബ്രഹാത്തിന് ഇവിടെ ദൈവം കൊടുക്കുകയാണ്. ഈ അബ്രഹാത്തിന് ദൈവം വാഗ്ദത്തം കൊടുത്തു. അബ്രഹാത്തിന് വാഗ്ദത്തം ലഭിച്ചു. എങ്കിലും ഈ വാഗ്ദാനം പ്രാക്ടിക്കലായി അനുഭവവേദ്യമായി മാറണമെങ്കിൽ, അന്വർത്ഥമായി മാറണമെങ്കിൽ ഇനിയും സമയമെടുക്കും. മാത്രമല്ല, അതിന് അബ്രഹാം ചില നടപടികളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. വാഗ്ദത്തം നമുക്ക് കിട്ടുകയാണ് ചെയ്തത്. എന്നാൽ ഈ വാഗ്ദത്തം അവകാശമായി അനുഭവിക്കണമെങ്കിൽ അതിന് അബ്രഹാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അബ്രഹാത്തെ നോക്കി ദൈവം എന്താ പറയുന്നത്? ഞാൻ കാണിച്ചു തരാനിരിക്കുന്ന നാട്ടിലേക്ക് നീ പോകുക. ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക. അവിടെയാണ് അബ്രഹാത്തിന് ഈ അനുഗ്രഹങ്ങൾ വെച്ചിരിക്കുന്നത്. ദൈവത്തെ കണ്ട, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം കേട്ട, ദൈവത്തിൻ്റെ ദർശനം കണ്ട, ദൈവ വാഗ്ദത്തം ലഭിച്ച ആ സ്ഥലത്ത് അബ്രഹാത്തിന് വേണമെങ്കിൽ നിൽക്കാം. അവിടെ ഒരു കൂടാരം അടിച്ച്, ഇത് ദൈവ സാന്നിധ്യമുണ്ട്, ദൈവം ഇറങ്ങിയ സ്ഥലമാണ്, ദൈവസ്വരം കേട്ട സ്ഥലമാണ്, ദൈവത്തിൻ്റെ വെളിച്ചമുണ്ട്, വെളിപാടുണ്ട് എന്നൊക്കെ പറഞ്ഞ അബ്രഹാത്തിന് ആ സ്ഥലത്ത് കൂടാരം അടിച്ചു വേണമെങ്കിൽ അവിടെ കഴിയാം. പക്ഷേ അതല്ല അബ്രഹാത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം.
അബ്രഹാത്തിന് ഈ വാഗ്ദത്വം പ്രാവർത്തികമായി അനുഭവിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലണം. ദൈവം പറഞ്ഞു, എവിടെയാ? കാനാൻ ദേശത്തേക്ക് നീ ചെല്ലുക, ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് ചെല്ലുക, അവിടെ നിന്നെ ഞാൻ ഒരു അനുഗ്രഹമാക്കും. അപ്പോൾ ദൈവസ്വരം കേട്ട, ദൈവശബ്ദം കേട്ട സ്ഥലത്ത് നിന്നതുകൊണ്ട് ഇത് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ, വാഗ്ദത്തങ്ങൾ അനുഭവിക്കുവാൻ അബ്രഹാത്തിന് സാധിക്കുകയില്ല. പിന്നെയോ ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലണം. ദൈവം പറഞ്ഞ സ്ഥലത്താണ് ഈ അനുഗ്രഹങ്ങൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അബ്രഹാം എന്ത് ചെയ്തു? 12-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: കർത്താവ് കൽപ്പിച്ചത് അനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇത് വലിയൊരു കാര്യമാണിത്. ഞാൻ കാണിച്ചു തരാനിരിക്കുന്ന നാട്ടിലേക്ക് നീ പോകുക എന്ന് മാത്രമാ ദൈവം അബ്രഹാത്തോട് പറഞ്ഞത്. ഒരു വ്യക്തമായ സ്പോട്ട് കാണിച്ചു കൊടുത്തില്ല, വ്യക്തമായ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തില്ല. ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരാശയം മാത്രമാണ് കൊടുത്തത്. അബ്രഹാം വിശ്വാസത്താലാണ് ഇറങ്ങേണ്ടതും യാത്ര ചെയ്യേണ്ടതും പോകേണ്ടതെല്ലാം. അപ്പോൾ ഇങ്ങനെ ദൈവസ്വരത്തെ, ദൈവശബ്ദത്തെ അബ്രഹാം എന്നാ ചെയ്തു? അനുസരിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അനുസരണം. അബ്രഹാം ദൈവത്തെ അനുസരിച്ച് പുറപ്പെടുകയാണ്. ദൈവത്തിന്റെ ശബ്ദത്തെ അബ്രഹാം അനുസരിക്കുക. അനുസരിച്ച് പുറപ്പെട്ടത് കൊണ്ടാണ് അവന്റെ ജീവിതത്തിൽ പിന്നീട് അനുഗ്രഹങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങളിലേക്ക് അവനും അവന്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടാൻ കാരണം അബ്രഹാം ദൈവത്തെ അനുസരിച്ചു എന്നുള്ളതാണ്. മുൻപിൽ ഒരു വ്യക്തതയും ഇല്ലാതിരിക്കെ തന്നെ വിശ്വാസത്താൽ അന്ധകാരത്തിലേക്ക് എടുത്തു ചാടുക എന്ന് പറയേലേ, അതുപോലെ ഇരുട്ടിലേക്ക് ചാടുന്നത് പോലെ വ്യക്തത ഇല്ലാതിരിക്കെ തന്നെ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ, ദൈവത്തിൻ്റെ കൽപ്പനയിൽ, ദൈവവചനത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് വിശ്വാസമർപ്പിച്ച് ഇതാ ഇറങ്ങുകയാണ്. ഇത് വലിയൊരു അബ്രഹാത്തിന്റെ ജീവിതത്തിൽ ഒന്നാമത്തെ അനുഗ്രഹത്തിൻ്റെ സ്റ്റെപ്പാണ്. കർത്താവ് കൽപ്പിച്ചനുസരിച്ച് പുറപ്പെട്ടു എന്നുള്ളത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണോ? ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരണോ? നിങ്ങളുടെ ബിസിനസ്, തൊഴിൽ, ആത്മീയ മേഖലകളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണോ? ഒന്ന്, കർത്താവ് പറയുന്നതെന്തും അനുസരിക്കുക. അവൻ കൽപ്പിച്ചത് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാവൂ. ദൈവം നമ്മളോട് സംസാരിച്ചാൽ ആ ദൈവത്തെ അനുസരിക്കാൻ നമ്മൾ മടി കാണിക്കരുത്. ഏത് കാര്യത്തിലും മോനെ അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്, മോനെ അത് അരുത് എന്ന് പറഞ്ഞാൽ അരുത്. അത് തിന്നാൻ പാടില്ല, അത് കഴിക്കാൻ പാടില്ല. അബ്രഹാത്തോട് ദൈവം, ആദം, ഔവ ഇവരോട് ദൈവം പറഞ്ഞില്ലേ ആ ഫലം കഴിക്കരുതെന്ന്. പക്ഷെ അവിടെ അനുസരണക്കേട് കാണിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഇന്നത് കഴിക്കരുത്, മദ്യം നീ കഴിക്കരുത്, പുക വലിക്കരുത്, അത് നമുക്ക് പാടില്ല, ആ വഴിയെ പോകരുത്, അത് തെറ്റായ പാതയാണ്, ആ കൂട്ടുകെട്ട് പാടില്ല, അത് കാണരുത്, അങ്ങനെ പറയരുത്, അങ്ങനെ ചിന്തിക്കരുത് എന്ന് ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടാൽ, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിൻ്റെ സ്വരത്തെ തിരസ്കരിക്കരുത്. ദൈവത്തെ അനുസരിച്ചാൽ തീർച്ചയായും നാമും നമ്മുടെ കുടുംബവും തലമുറകളും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുസരണത്തിൻ്റെ പിന്നാലെയാണ് അനുഗ്രഹം കടന്നു വരുന്നത്. അബ്രഹാത്തിന്റെ ജീവിതത്തിൽ അനുസരണത്തിൻ്റെ പൂർണ്ണത എവിടെയാണ് വെളിപ്പെടുന്നത്? 22-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു. അബ്രഹാത്തെ നോക്കി ദൈവം പറയുക, അബ്രഹാമേ
നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി വഴി ഭൂമുഖത്തുള്ള സകല തലമുറകളും അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതി വഴി ഭൂമുഖത്തുള്ള സകല തലമുറകളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അബ്രഹാത്തിന്റെ സന്തതികളും ആ സന്തതികൾ അനേകർക്കൊരു അനുഗ്രഹമായി തീർന്നതിൻ്റെയും കാരണം എന്താ? അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. എങ്ങനെയാണ് ആ അനുസരണം വെളിപ്പെട്ടത്, കാണിച്ചു കൊടുത്തത്? മോറിയ മലയിൽ കൊണ്ടുവന്ന് നിന്റെ കുഞ്ഞിനെ, ഏകജാതനെ, ആ ഇസഹാക്കിനെ ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം വേദനയുണ്ടായിരുന്നു, ചങ്ക് മുറിയുന്ന അനുഭവമായിരുന്നു. എങ്കിലും ദൈവം അത് ആവശ്യപ്പെട്ടപ്പോൾ, ദൈവം അത് പറഞ്ഞപ്പോൾ, ദൈവസ്വരത്തെ, ദൈവകൽപ്പനയെ അനുസരിക്കാൻ ഇതാ അബ്രഹാം മടി കാണിച്ചില്ല. ചോദിച്ചത് തന്നെ കൊടുക്കുവാൻ അബ്രഹാം തീരുമാനിച്ചു. മോറിയ മലയിലേക്ക് പോകുക. 3 ദിവസത്തെ യാത്ര കഴിഞ്ഞ് ഇതാ മോറിയ മലയിൽ ചെന്നു. അവിടെ തൻ്റെ മകനെ പിടിച്ചു കിടത്തി വിറകുകൾ അടുക്കി വെച്ച് അതിന് മുകളിൽ കെട്ടിയിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കടാര വലിച്ചൂരി ആഞ്ഞുകുത്തുന്ന അബ്രഹാത്തെയാണ് ഇവിടെ ദൈവവചനം പരിചയപ്പെടുത്തുന്നത്. ദൈവത്തെ അനുസരിക്കുവാൻ തൻ്റെ മകനെ പോലും കൊല്ലുവാൻ തയ്യാറായ, തൻ്റെ മകനെ പോലും നഷ്ടപ്പെടുത്താൻ തയ്യാറായ ഒരു അബ്രഹാത്തെയാണ് തിരുവചനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഹല്ലേലൂയ! ഇത്രമാത്രം ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായ അബ്രഹാം. പ്രിയമുള്ളവരെ, ആ അബ്രഹാത്തെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയാണ്, അബ്രഹാമേ, നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. ആ സന്തതി വഴി ഭൂമുഖത്തുള്ള സകല ജനതകളും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ! ഹല്ലേലൂയ! അബ്രഹാത്തിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടാൻ എന്താ കാരണം? പ്രിയമുള്ളവരെ, അബ്രഹാത്തിന്റെ അനുഗ്രഹം, പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ, പിതാവിൻ്റെ അനുസരണം മക്കളുടെ അനുഗ്രഹത്തിന് കാരണമാകുന്നു. അബ്രഹാത്തിന്റെ മക്കൾ യിസ്ഹാക്ക്, യാക്കോബ്, 12 മക്കൾ, 12 ഗോത്രങ്ങൾ, ഇസ്രായേൽ ജനം, സന്തതി പരമ്പരകൾ മുഴുവൻ അനുഗ്രഹിക്കപ്പെടാൻ കാരണം ആ പിതാവായ അബ്രഹാം പിതാവിൻ്റെ അനുസരണമാണ്. ആ അപ്പൻ്റെ അനുസരണത്തിനകത്ത്, അബ്രഹാത്തിന്റെ അനുസരണത്തിനകത്ത് അവൻ്റെ മക്കൾക്കുള്ള അനുഗ്രഹം ഇരിപ്പുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണോ? നിങ്ങളുടെ കൊച്ചുമക്കൾ അനുഗ്രഹിക്കപ്പെടണോ? നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമോ? നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് നിങ്ങൾക്കൊരാഗ്രഹമുണ്ടോ? ഉണ്ടോ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നവരായി മാറ്. ദൈവവചനത്തെ, ദൈവകൽപ്പനയെ, ദൈവം പറയുന്നത് എന്തും ചോദ്യം ചെയ്യാതെ, മടിച്ചു നിൽക്കാതെ, ദൈവത്തെ, ദൈവസ്വരത്തെ, ദൈവശബ്ദത്തെ എത്ര നഷ്ടം വരുന്ന കാര്യമാണെങ്കിലും അതിനെ ദൈവത്തെ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ അനുസരിക്കുന്ന അനുസരണത്തിനകത്ത് നിങ്ങളുടെ മക്കൾക്കുള്ള അനുഗ്രഹം ഇരിപ്പുണ്ട്. ഹല്ലേലൂയ! ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ അനുസരണത്തിനകത്ത് മക്കൾക്കുള്ള അനുഗ്രഹം ഇരിപ്പുണ്ട്. അബ്രഹാമേ, നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് ഞാൻ ശപഥം ചെയ്യുക, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണം, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, ദേശത്തും ദേശത്തുള്ളൊരു മക്കൾ അനുഗ്രഹിക്കപ്പെടണം, ഗതിയില്ലാതെ നടക്കുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെടണം, അവർക്ക് ഉയർച്ച ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് മുതൽ ദൈവവചനം അനുസരിക്കുന്നവരായി, ദൈവകൽപ്പന അനുസരിക്കുന്നവരായി, അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവരായി നാം മാറുമ്പോൾ, നിങ്ങൾ അനുസരിക്കുന്ന ആ അനുസരണത്തിനകത്ത്, ദൈവത്തോട് നിങ്ങൾ ചെയ്യുന്ന അനുസരണത്തിനകത്ത്
നിങ്ങളുടെ തലമുറകൾക്കുള്ള അനുഗ്രഹം ഇരിപ്പുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഇന്നും നാം വിശ്വാസികൾ പ്രാർത്ഥിക്കാറില്ലേ, അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന്. വിശ്വാസികളുടെ മുഴുവൻ പിതാവായി ഇതാ അബ്രഹാത്തെ ദൈവം ഉയർത്തുകയാണ്. ഭൂമിയിൽ സഭ അബ്രഹാത്തെ ഉയർത്തുകയാണ്. സകലരുടെയും പിതാവായി അബ്രഹാം മാറിയതിൻ്റെ ഒന്നാമത്തെ കാരണം അവൻ ദൈവത്തെ അനുസരിച്ച് പുറപ്പെട്ടു എന്നുള്ളത്. രണ്ട്, അവൻ ദൈവത്തെ അനുസരിച്ച് തൻ്റെ മകനെ ബലിയർപ്പിച്ചു എന്നുള്ളത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ സകലർക്കും അനുഗ്രഹമായി മാറുന്നത്, ഓ പിതാവേ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട പിതാവായി, മാതാവേ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു അമ്മയായി, ഭാര്യ ഭർത്താക്കന്മാരെ, നിങ്ങൾ കുടുംബത്തിൽ നല്ല ജീവിത പങ്കാളികളായി, മാതാപിതാക്കന്മാരായി മാറ്റപ്പെടുന്നത് ദൈവത്തെ അനുസരിക്കുന്നതിലൂടെ, ദൈവകൽപ്പന അനുസരിക്കുന്നതിലൂടെ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരുടെ അനുഗ്രഹം നിറഞ്ഞ മാതാപിതാക്കൾ എന്ന് വിളിക്കാൻ തക്ക വിധം നിങ്ങൾ ഇതാ ആയിത്തീരുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ ഒരു അഭിഷേകം, ഈ അനുസരണത്തിൻ്റെ അഭിഷേകം, ഈ അനുസരണം സ്വീകരിക്കുവാൻ ദൈവത്തിൻ്റെ കൽപ്പന, ദൈവഹിതം സന്തോഷത്തോടെ ഏറ്റെടുത്ത് ദൈവത്തെ, ദൈവവചനത്തെ അനുസരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ വേണ്ട കൃപ നമുക്ക് ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. കണ്ണുകളെ അടയ്ക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാ മക്കളും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, തിരുവചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിച്ചല്ലോ. അനുസരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് എന്റെ ദൈവമേ, നിന്റെ ഹിതത്തെ, നിന്റെ ഇഷ്ടത്തെ പലപ്പോഴും ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. അബ്രഹാം അനുസരിച്ചതുപോലെ, അനുസരിച്ച് ഇറങ്ങി പുറപ്പെട്ടതുപോലെ, നീ ചോദിച്ചതെന്തും അബ്രഹാം നിനക്ക് വേണ്ടി നൽകിയതുപോലെ, ഞങ്ങളും സമർപ്പിക്കപ്പെട്ടവരായി മാറുവാൻ, നിന്നെ അനുസരിക്കുന്നവരായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുസരണത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആ എളിമയും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. അനുസരണത്തിന്റെ ആത്മാവിനാൽ ഞങ്ങൾ നിറയപ്പെടട്ടെ. അങ്ങനെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകൾക്ക് ഞങ്ങൾ അങ്ങനെ ഒരു അനുഗ്രഹമായി മാറട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എല്ലാ മക്കളെ ശക്തിയോടെ കരമടിച്ചു ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. കൃപയൊഴുകട്ടെ.
ദൈവശക്തി വെളിപ്പെടട്ടെ, ദൈവകൃപ ഒഴുകട്ടെ, എളിമയുടെ കൃപയും കൊടുക്കട്ടെ. ഓ എളിമയുടെ അഭിഷേകം നിറയട്ടെ, താഴ്മയുടെ അഭിഷേകം നിറയട്ടെ. ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവകൽപ്പന അനുസരിക്കുവാൻ കൃപയെ അനുഗ്രഹ അഭിഷേകം ഈ മക്കളുടെ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവഹിതത്തെ, ദൈവകൽപ്പനകളെ സ്നേഹത്തോടെ ഏറ്റെടുക്കുവാൻ, അനുസരിക്കുവാൻ, ജീവിതത്തിൽ ഉടനീളം അനുസരണമുള്ള മക്കളായി മുന്നേറുവാനുള്ള കൃപ ഈ മക്കളുടെ മേൽ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഹല്ലേലൂയ. സ്തുതിച്ചു പ്രാർത്ഥിക്കും മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കൃപ ഒഴുകട്ടെ, 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 ഒഴുകട്ടെ. അബ്രഹാം പ്രാപിച്ച അനുഗ്രഹം ഈ തലമുറകളിലേക്ക് ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി ടു ലോർഡ്. യേശുവേ നന്ദി, നന്ദി, നന്ദി. Thank you, Lord. Thank you, Jesus. യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ. പ്രാർത്ഥനകർത്തനായി നന്ദി പറയുന്നു കർത്താവേ. അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹം എന്നും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ